അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റിലെ കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദോശ ഇടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ചെറുപയർ കറിയാണ്. കറി ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കോഴിയുണ്ട്. ചോറ് കഴിഞ്ഞ് ഓക്കെ. അപ്പം കറി ചെറുപയർ കറിയുണ്ട്. അപ്പം ഞാൻ 2-3 കഷ്ണം കോഴിയുണ്ട്. അപ്പം ഞാൻ ചെറുന്ന് പരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരട്ടിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ സോസിട്ട് നമുക്ക് ചില്ല് പോലെ ഒന്ന് ആക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം നമുക്ക് എല്ലാവരും ദോശ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇളക്കിയിട്ട് ചുടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. നമുക്ക് ഇനി ദോശ ഇടാൻ വേണ്ടി തുടങ്ങിട്ടോ. ദോശ ചുടുന്ന ഫുള്ളായിട്ട് കാണിക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം കാണിച്ചിട്ട് നമുക്ക് കോഴി പൊരിക്കുന്നത് ജസ്റ്റ് കാണിക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ. നമ്മൾ പാന് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവും. നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാം. ചില സമയത്ത് ദോശ ചില സമയത്ത് എന്താ പറയുക മറിച്ചിടാൻ കിട്ടൂല, അടി പറ്റും. അതായത് അടിക്ക് പിടിക്കും, കിട്ടൂല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. ചോറും തേങ്ങയൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ല വൃത്തിക്ക് അരച്ചാൽ സാധാരണ കിട്ടലുണ്ട്. ഇന്ന് ചോറും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കിട്ടാണ്ടിരിക്കുമെന്ന് നമുക്കറിയില്ല. തേങ്ങ ഉണ്ടായിട്ട് ഓക്കെ. പാൻ ചൂടായിക്കൊണ്ടിരുന്നുണ്ട്. ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് നമ്മൾ ദോശ ചൂടാൻ തുടങ്ങാം കേട്ടോ. ഞാനെന്താ പറയുക, കിച്ചൺ അടുപ്പൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സ്റ്റോർ റൂമിലേക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോർ റൂമിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് വെച്ചാലുള്ള സ്ഥലം കിട്ടൊക്കെ മറിച്ചാലും അതല്ലോ. ഇതൊന്ന് വെറുതെ ഒന്ന് ചേഞ്ച് ആക്കി നോക്കിയതാണ്. ഓക്കെ. കുറച്ചുകൂടെ കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. വീഡിയോ എടുക്കുന്നത് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവാണ്. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവും. ഭക്ഷണം കിട്ടി. അപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യിപ്പിക്കും ദോശ. കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ശരിയാക്കാം. നീ അവിടെ എല്ലാം കച്ചറാക്കും. നമുക്ക് നെക്സ്റ്റ് ശരിയാക്കാട്ടോ.
ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എനിക്ക് ചിലപ്പം ഫുള്ള് ഇത് ചൂടുന്ന വീഡിയോ ഇത് ചൂടുന്ന വീഡിയോ എടുത്തോണ്ട് നിന്നാല് ചിലപ്പോൾ എൻ്റെ ദോശ ശരിയാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഈ കോഴി ഫ്രീസറിന് വെള്ളത്തിലല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പരക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് പൊരിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. ഒക്കെ ഒരു കുഞ്ഞു ഭാഗമായിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിൻ്റെ ഇവിടെ കോഴി പരത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കോഴി കുഞ്ഞു കുഞ്ഞു പീസാക്കി ഞാൻ ചില്ലി പീസ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഏകദേശം ഇട്ടിട്ട് അതിന് നമുക്ക് കോൺഫ്ലോറും ഇച്ചിരി മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, മൈദപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ചില്ലി പോലെ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് സോസൊക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടി ഉള്ളി ജസ്റ്റ് ഇളക്കി ചില്ലി പോലെ ആയി ഏകദേശം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മുളക് പൊടി വളരെ കുറച്ച് ഇട്ടിട്ടു. സാധാരണ ചില്ലിക്ക് ഞാൻ പണ്ടെല്ലാം ഇടലുണ്ട്, ഇപ്പം മുളക് പൊടി ഇടല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. അപ്പം മുളക് പൊടി ഇടൽ കുറവാണ്. ഇത് ലേശം ഇട്ടിട്ടുണ്ട് ഒരു പൊടി എന്ന് വെച്ചാൽ വളരെ കുറവ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പൊരിക്കും. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, കാരണം ഫുഡ് കഴിക്കാൻ ഏകദേശം ടൈം ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പൊരിക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, നമുക്ക് അടുപ്പിൽ ഒന്ന് ചട്ടി വെക്കാം.
അടുത്ത് വേറെ വീടടി അപ്പോൾ കഴിക്കുന്നത് നമ്മുടെ ചില്ലി ഇതായിട്ടുണ്ട്. ഓക്കെ, ദോശ നേരത്തെ ചുട്ട് കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയുള്ള വ്ളോഗ്. ടാറ്റാ ബൈ ബൈ.